അപ്പോൾ വെള്ളത്താലുള്ള സ്നാനം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓഫ് ഗോഡ്, ദൈവത്തിൽ നിന്നുള്ള ശബ്ദം, ദൈവത്തിൻ്റെ വാക്കുകൾ, ദൈവം സംസാരിച്ച വാക്കുകൾ, ജീവനുള്ള ശബ്ദത്താൽ ഉച്ചരിക്കുന്ന വാക്കുകൾ. ഒരന്ധകാരത്തിന് മനുഷ്യൻ വൃദ്ധനായ ശേഷവും അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്നത് എങ്ങനെയെന്നുള്ള നിക്കോദമസിൻ്റെ ചോദ്യത്തിന് യേശു കർത്താവ് പറയുന്ന മറുപടിയാണ്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ യേശു കർത്താവ് നിക്കോദമോസിനോട് പറയുകയാണ്, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയത്തില്ല. നമ്മൾ കിങ്ഡം ഓഫ് ഗോഡിനെ കുറിച്ച് കണ്ടു. ദൈവരാജ്യം അത് പുത്രനായ ക്രിസ്തുവിൻ്റെ രാജ്യമാണ്, അത് വെളിച്ചത്തിൻ്റെ രാജ്യമാണ്. ആ കിങ്ഡം ഓഫ് ഗോഡിലേക്ക് പ്രവേശിക്കണമെങ്കിൽ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. അപ്പോൾ വെള്ളത്താലുള്ള സ്നാനം എന്താണെന്ന് നമുക്ക് നോക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം പറയുന്നു, അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന്. ഏതു തരം വെള്ളമാണ് ഉപയോഗിക്കുന്നത്? വചനത്തോടു കൂടിയ, വചനമാകുന്ന ജലസ്നാനം. ഏതുതരം വെള്ളത്താലാണ് വീണ്ടും ജനിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പത്രോസിൻ്റെ ലേഖനത്തിനകത്ത് 1-ാം അധ്യായം 23-ാമത്തെ വാക്യം നമുക്ക് കാണുവാൻ സാധിക്കും. കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോൾ വെള്ളത്താൽ ജനിക്കണമെന്ന് പറയുന്നത് വചനത്തോടു കൂടിയ ജലസ്നാനമാണ്. അപ്പോൾ വെള്ളത്തെ വചനമായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ. ആ ദൈവവചനത്തിൻ്റെ ഗ്രീക്ക് പദം പറയുന്നത് ലോഗോസ് തിയോസ് എന്ന പദമാണ്. അപ്പോൾ ലോഗോസ് എന്ന പദത്തിൻ്റെ അർത്ഥം വാക്കുകൾ എന്നാണ്. ആ വാക്കുകൾ ഏത് വാക്കുകളാണെന്ന് ചോദിച്ചാൽ ദ സെയിങ്സ് ഓഫ് ഗോഡ്, ദൈവത്തിൽ നിന്നുള്ള ശബ്ദം, ദൈവത്തിൻ്റെ വാക്കുകൾ, ദൈവം സംസാരിച്ച വാക്കുകൾ, ജീവനുള്ള ശബ്ദത്താൽ ഉച്ചരിക്കുന്ന വാക്കുകൾ. അപ്പോൾ ലോഗോസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള വാക്കുകൾ, ജീവനുള്ള ശബ്ദത്താൽ ഉച്ചരിക്കുന്ന വാക്കുകൾ. ഇതാണ് ലോഗോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് ലോഗോസ് തിയോസ്, ദൈവവചനത്താലാണ് നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. ഇന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും ആമേൻ, ലോഗോസ് തിയോസ് ജനറേഷൻ? ആമേൻ, ഒരു ലോഗോസ് ജനറേഷനാണ്, ഒരു ലോഗോസ് തിയോസ് ജനറേഷനാണ് നിങ്ങൾ. കാരണം ജീവനുള്ള ശബ്ദത്താൽ പുറപ്പെട്ടിരിക്കുന്ന വാക്കുകളാൽ വീണ്ടും നിങ്ങൾ ജനിച്ചിരിക്കുന്നു, വീണ്ടും ജനിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ നിലനിൽക്കുന്നതും മാറ്റമില്ലാത്തതും കെടാത്തതും നിലനിൽക്കുന്നതുമായ, ഒരിക്കലും നശിക്കാത്ത, എന്നേക്കും നിലനിൽക്കുന്ന ലോഗോസ് തിയോസിനാൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് നാശമുണ്ടാകത്തില്ല. ഒരു മരണത്തിനോ, ഒരു പിശാചിനോ, ഒരു രോഗത്തിനോ, ഒരു അന്ധകാരത്തിനോ, ഒരു പ്രോബ്ലത്തിനോ നിങ്ങളെ നശിപ്പിക്കാൻ കഴിയത്തില്ല. യു ആർ ലോഗോസ് തിയോസ് ജനറേഷൻ, യു ആർ ലോഗോസ് തിയോസ് ജനറേഷൻ. യേശു പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. നിങ്ങൾ ലോഗോസ് തിയോസിനാൽ ജനിച്ചവരാണെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളത്രേ, നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കപ്പെട്ടവരത്രേ. എന്നെ കേൾക്കുന്നവർക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും, ഐ ആം ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്? ഞാനിപ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തിലാണ്, ഞാനിപ്പോൾ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാണ്. ആമേൻ. ആ കിങ്ഡത്തിൽ എന്തുണ്ടോ അതിനെ ഇപ്പോൾ നിങ്ങൾക്ക് അധികമായിട്ട് അനുഭവിക്കാൻ കഴിയും, അതിനെ നിങ്ങൾക്ക് ധാരാളമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുവാനായിട്ട് കഴിയും. യു ആർ എ ലോഗോസ് തിയോസ് ജനറേഷൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.